ഇതെന്താണെന്ന് മനസ്സിലായോ? ഇന്നത്തെ റെസിപ്പി ചിക്കൻ മന്തി. ഹലോ, വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. ഇന്ന് ചിക്കൻ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വൈകുന്നേരം അമ്പലത്തിൽ പോകാനുള്ളത് കൊണ്ട് ചിക്കൻ മന്തി മാറ്റിയിട്ട് ഞാൻ വീഗൻ മന്തി ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ കാണണം. എന്തുകൊണ്ടാണ് ഞാൻ മന്തി ഉണ്ടാക്കണമെന്നും അതിൻ്റെ ആഫ്റ്റർ റിസൾട്ട്, ഫൈനൽ റിസൾട്ടും കൂടെ നോക്കണേ. അപ്പോൾ ആദ്യം തന്നെ മന്തി മസാല ഞാൻ ലുലുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് 3 പാക്കറ്റ്സ് ഉണ്ട്. ഒന്ന് ചിക്കൻ മസാല, പിന്നെ സീസണിങ്, പിന്നെ റൈസ് മസാല, അങ്ങനെ 3 അതിൽ ചിക്കൻ മസാല എടുത്തിട്ട് ഞാൻ സോയ അറിയാമല്ലോ, നല്ല ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് നന്നായി സ്ക്വീസ് ചെയ്തെടുത്തതിന് ശേഷം ചിക്കൻ മസാല അതിലേക്ക് ഇട്ട് നന്നായി മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് കുറച്ച് നേരത്തേക്ക്. അപ്പോൾ ഇതൊക്കെയാണ് അതിനകത്തുണ്ടായിരുന്ന 3 പാക്കറ്റ്സ് ചിക്കൻ മസാല, റൈസ് മന്തി മസാല, പിന്നെ സീസണിങ്. അതിന് ശേഷം ഞാൻ പുറത്തേക്ക് എടുത്തു. ഇനി ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അതിന് മുമ്പ് ഞാൻ അരി മസാല ചേർത്തിട്ട് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ സോയ ചങ്ക്സ് എടുത്തിട്ട് ഞാൻ കുറച്ച് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. അപ്പോൾ ഇത്രയും മതി, ഒരുപാട് ഫ്രൈ ആകണമെന്നില്ല, കുറച്ച് സോഫ്റ്റ് ആവുന്ന രീതിയിൽ. അപ്പോഴേക്കും നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല സ്മെല്ലുണ്ട്. കാരണം അത് നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാനുള്ളതാണ്, വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒട്ടുമൊന്നുമില്ല. പിന്നെ അതിലേക്ക് ഞാൻ സീസണിങ് ഇട്ടു. അങ്ങനെ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഞാനൊരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്, ലൈനിങ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക്. ഇനി ഇതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ എന്ന് വിശ്വസിക്കുന്ന സോയ ചങ്ക്സ്, മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്ത സോയ ചങ്ക്സ് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ലെയറിങ് ചെയ്യുകയാണ് കേട്ടോ. ഇപ്പോൾ മന്തി മസാല, റൈസ് മന്തി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ആദ്യം സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുന്നു, പിന്നെ അതിൻ്റെ മേലേക്ക് എഗെയിൻ മന്തി റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ സീസണിങ്ങിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒന്നുകൂടെ ഞാൻ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഫ്ലേവർ വേണ്ടതനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി, ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട. അപ്പോൾ ഭയങ്കര കുത്തലുണ്ടാവും. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് കറക്റ്റായിരുന്നു. ഇത് നല്ല അടിപൊളിയായിട്ടാണ് വന്നത്. ഞാൻ പോലും വിശ്വസിച്ചില്ല ഇത് നന്നാകും എന്നുള്ളത്. ഇത് ഫ്ലോപ്പായാൽ ഓർഡർ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചത് പുറത്തുനിന്ന്. പക്ഷേ ഇത് ഫ്ലോപ്പായില്ല, ഇത് സക്സസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ലെയറിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. കൊറിയാൻഡർ ലീവ്സ് ഇട്ടു. അതിന് ശേഷം കുറച്ച് ഘീയിൽ കാഷ്യൂം കുറച്ച് റൈസൻസും കൂടി ഇട്ടിട്ട് വാട്ടിയിട്ട് അതും കൂടെ അതിലേക്ക് ഞാൻ മേലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ ഫോയിൽ പേപ്പർ വെച്ച് മൂടി വെക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്നാണ് ഐഡിയ വന്നത്. എൻ്റെ ബ്രദർ എന്നോട് പറഞ്ഞു നമുക്കിതൊന്ന് സ്മോക്ക് ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം ഒരു ചെറിയൊരു പാത്രത്തിൽ നമ്മുടെ ചാർക്കോൾ അതൊന്ന് കത്തിച്ച് അതിലേക്ക് വെച്ചു. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഘീ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ഫോയിൽ പേപ്പർ കൊണ്ടൊന്ന് മൂടി വെച്ചതിന് ശേഷം 2 മണിക്കൂറിന് ശേഷമാണ് ഞാനത് എടുക്കുന്നത്. അപ്പോഴേക്കും ഞങ്ങൾ കിച്ചണിൻ്റെ ബാക്കി വർക്കൊക്കെ ചെയ്ത് കുളിയെല്ലാം കഴിഞ്ഞ് ഇട്ടൊക്കെ വരുമല്ലോ. അപ്പോൾ ആ നേരം കൊണ്ട് അതായത് തന്നെ ഇരുന്ന് ആ സ്മോക്കിൻ്റെ സ്മെല്ലും എല്ലാം കൂടെ ഇങ്ങനെ ഇറങ്ങി പക്കാ മന്തിയുടെ ടേസ്റ്റും ആ ഫ്ലേവറും എല്ലാം കറക്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി റെസിപ്പിയാണ്, ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. സോയ ചങ്ക്സൊക്കെ ശരിക്കും നമുക്കിതൊരു ചിക്കനായിട്ട് തന്നെ ഫീൽ ചെയ്യും. ഇത് ചിക്കൻ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാവുമെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വേഗനായിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി വേറൊരു ദിവസം ചിക്കൻ ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ എന്തോന്നു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. അതിനകത്ത് നെയ്യൊക്കെ ഇറങ്ങി അതിലേക്ക് ആ സ്മോക്കിൻ്റെ ആ സ്മെല്ലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു മന്തി മസാല 88 റുപ്പീസാണ്. ഞാൻ ലുലു മോളിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ വീഗനായിട്ടും ചെയ്യാം, ചിക്കൻ വേണമെങ്കിൽ ചിക്കനായിട്ടും ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യാത്തവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. വെജിറ്റേറിയൻസിന് പറ്റിയ ഒരു അടിപൊളി വേഗൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിച്ചൊക്കെ നോക്കി, ഞങ്ങളെല്ലാവരും കഴിച്ചു. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ പരീക്ഷണങ്ങളായിട്ട് ഞാൻ വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കുക്കുംബർ, ഓണിയൻ, ടൊമാറ്റോ ചോപ്പ് ചെയ്തിട്ട് സാലഡ്.